എറണാകുളം പിറവം ഓണക്കൂറിലെ +2 വിദ്യാർത്ഥി അർജുൻ രഘുവിനെ ഇനിയും കണ്ടെത്താനായില്ല. 4 ദിവസമായി വിദ്യാർത്ഥിക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട്. അർജുൻ ഉപയോഗിച്ചിരുന്ന അമ്മയുടെ ഫോൺ പോലീസ് പരിശോധിക്കും. അർജുൻ രഘു വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരു സ്ഥലത്തെത്തി യൂണിഫോം മാറുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് അവസാനമായി ലഭിച്ചത്. കുട്ടിയെ കണ്ടുവെന്ന് അറിയിച്ച് പലയിടങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ എത്തുന്നുണ്ടെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ വിദ്യാർത്ഥിയുടെ തിരോധാനത്തിൽ പല രീതിയിലുള്ള ദുരൂഹതകളുണ്ട്. പക്ഷേ ഒരാശ്വാസകരമായിട്ടുള്ള കാര്യം, വിദ്യാർത്ഥി സ്വമേധയാ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകാൻ, അതായത് സമീപ ജില്ലകളിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസിൻ്റെ ഒരു നിഗമനം എന്താണ്? എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? ഇന്ന് 4 ദിവസമായി അർജുൻ രഘുവിനെ കാണാതായിട്ട് പോലീസിന് മറ്റ് തെളിവുകളൊന്നും, അർജുൻ എവിടെയാണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അർജുന് സ്വന്തമായി ഫോൺ ഇല്ലാത്തതിനാൽ മറ്റ് സഹപാഠികളെ വിളിക്കുന്നതിനായിക്കോട്ടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ അമ്മയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്. അത് പോലീസ് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലേതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ അർജുൻ വിളിക്കുന്ന ഫോൺ കോളുകളോ ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തി കൂടിയാണ് അർജുൻ. ഇനി രഹസ്യമായി അർജുന് മറ്റേതെങ്കിലും ഫോൺ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം കയ്യിൽ ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, കയ്യിൽ പൈസ ഇല്ലാതെ എത്ര നാൾ അർജുൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്നാണ് കുടുംബവും പോലീസും ചിന്തിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇനി അർജുൻ ഒറ്റയ്ക്കല്ല, അർജുനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന തരത്തിലൊക്കെ പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു കേവലം പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞത് കൊണ്ട് മാത്രം ഒരു കുട്ടി വീട് വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ അവൻ എത്ര ദിവസം എങ്ങനെ അതിജീവിക്കും? കയ്യിൽ പൈസ ഇല്ലാതെ, ആഹാരം കഴിക്കാൻ മറ്റും ഒന്നും കയ്യിൽ കാശില്ലാണ്ട് എത്ര നാൾ ഇവർ അതിജീവിക്കും എന്നൊരു സംശയം തന്നെയാണ് പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും വിശദമായിട്ടുള്ളൊരു പരിശോധന ആ രീതിയിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന CCTV, ഇന്നലെ നമ്മൾ പുറത്തുവിട്ട CCTVയിലൊക്കെ കാണാം യൂണിഫോം മാറ്റി മറ്റൊരു വസ്ത്രം ഈ കുട്ടി ധരിക്കുന്നത്. അതിനർത്ഥം അവൻ സ്വയമേ ഇങ്ങനെ പോകണം, വീട് വിട്ടിറങ്ങണം എന്ന് ചിന്തിച്ചത് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. എങ്കിലും ഇപ്പോഴും എന്തുകൊണ്ടാണ് അർജുൻ എവിടെയാണെന്നതിലൊന്നും വിവരം കിട്ടാത്തതാണ് കുടുംബത്തെ വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. പോലീസ് നഗരത്തിലെല്ലാം അരിച്ചുപറക്കിയുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. ഈ നമ്പർ, അർജുനെ കണ്ടുകിട്ടുന്നവർ ബന്ധപ്പെടുന്നതിന് വേണ്ടി പോലീസ് അടക്കം നൽകിയിരിക്കുന്ന നമ്പറിൽ പലരും വിളിച്ച് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി അർജുനെ കൊച്ചി ഹൈക്കോടതി ഭാഗത്ത് വെച്ച് കണ്ടെന്നുള്ള വിവരം ലഭിച്ചിരുന്നു. പോലീസ് എത്തി അന്വേഷിച്ചപ്പോൾ അതൊരു വ്യാജമായിട്ടുള്ള വാർത്തയാണ്. മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി പോലീസിനെ പറ്റിക്കുന്നതിന് വേണ്ടി ഫോൺ വിളിച്ചതാണ്. അങ്ങനെ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ വരുന്നത് പോലീസിന് വലിയ രീതിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. മാതാപിതാക്കളും വലിയ രീതിയിൽ ആശങ്കയിലാണ്. ടീച്ചർമാരോടോ അർജുന്റെ സഹപാഠികളോടോ ഒക്കെ അന്വേഷിച്ചിട്ടൊന്നും അവർക്ക് യാതൊരുവിധ അറിവുമില്ല. അടുത്ത സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ് അർജുൻ. വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഈ +1 പരീക്ഷയിൽ മാർക്ക് കുറയുമോ എന്ന ആശങ്കയിലാണ് അർജുൻ നാട് വിട്ടതെന്ന സംശയമാണുള്ളത്. എന്തായാലും പോലീസ് അർജുന് വേണ്ടി +2 വിദ്യാർത്ഥിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമായി തുടരുകയാണ്.